ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ലേൺ എക്കണോമിയ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്നും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് ഇതിലൂടെ കാണാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകും. ആദ്യമേ തന്നെ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് ഏതൊരു ലെവലിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് എന്താണ് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിനെ കുറച്ചും കൂടെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും. എന്നിട്ട് കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുക്കുന്നു. പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിന്റെ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുക്കുന്നു. എന്നിട്ട് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഫൈനലി നമ്മുടെ സെഷൻ കൺക്ലൂഡ് ചെയ്യും. സോ ഇപ്പോ നമ്മള് നമ്മുടെ റിയാലിറ്റിയിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഈ റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തേയില്ല. കാരണം നമ്മുടെ ഫ്യൂച്ചറിൽ ഒരുപാട് റിസ്ക് എലമെന്റ് ഇവിടെ വരുന്നുണ്ട്. കാരണം എന്താണ്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസെർട്ടൺ ആണ്. ഒരിക്കലും നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് കംപ്ലീറ്റ് അക്യുറസിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ പ്രഡിക്ഷൻസ് ഒക്കെ ചിലപ്പോൾ ശരിയായിട്ട് വന്നേക്കാം, പക്ഷെ എല്ലായ്പ്പോഴും എല്ലാ പ്രഡിക്ഷൻസും നമുക്ക് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നോക്കുമ്പോൾ ശരിയായിട്ട് വരില്ല. സോ മെയിൻ ആയിട്ടും ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു അൺസർട്ടനിറ്റി കമ്പോണന്റ് ഉണ്ട്. അപ്പോൾ ഈ അൺസർട്ടനിറ്റി കമ്പോണന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലോസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ലോസ് കുറയ്ക്കാൻ പറ്റുക? ലോസ് കുറയ്ക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഉള്ള ഒരു ബേസിക് പ്രോബ്ലമാണ് ഇൻഫോർമേഷൻ അസിമെട്രി. അപ്പൊ എന്താണ് ഈ ഇൻഫോർമേഷൻ അസിമെട്രി എന്ന് മനസ്സിലാക്കിയാൽ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുക കുറച്ചുകൂടി ഈസിയാണ്. ഈ ഇൻഫോർമേഷൻ അസിമെട്രി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന്. പക്ഷെ അല്ല, കാര്യം മനസ്സിലാക്കിയാൽ വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മുടെ മാർക്കറ്റിനെ എടുക്കാം. മാർക്കറ്റ് നമുക്കറിയാലോ, മാർക്കറ്റിൽ ഒരു ബയർ ഉണ്ടാവും, ഒരു സെല്ലർ ഉണ്ടാവും. സോ ഒരു സിമ്പിൾ ആയിട്ടുള്ള മാർക്കറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ബയറും ഒരു സെല്ലറും ഉള്ള ഒരു മാർക്കറ്റ്. അപ്പൊ ഈ ഒരു ബയർ ഏതോ ഒരു ടൈപ്പ് കമോഡിറ്റി മേടിക്കാനായിട്ടാണ് ഈ സെല്ലറിന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ഈ സെല്ലറിന്റെ കയ്യിൽ ആ കമോഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ സെല്ലറിന്റെ ഇന്റൻഷൻ എന്താണ്? ഈ കമോഡിറ്റി വിൽക്കുക, സെൽ ചെയ്യുക. ബയറിന്റെ ഇന്റൻഷൻ എന്താണ്? ഈ കമോഡിറ്റി വാങ്ങുക, അല്ലെങ്കിൽ ബൈ ചെയ്യുക, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക. അപ്പോ ഈ ബയർ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു വളരെ എളുപ്പത്തിലുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഈ ബയറിന് വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ട് വളർത്തിയെടുത്ത വെജിറ്റബിൾ ആണ്. ഓർഗാനിക് വെജിറ്റബിൾ, അതായത് അധികം രാസവളം ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ ജൈവവളം ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്ത വെജിറ്റബിൾ, അതാണ് ഈ ബയറിന് വേണ്ടത്. അപ്പൊ ബയർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു സെല്ലറിനെ കണ്ടു. ആ സെല്ലറിന്റെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾ ഇരിക്കുന്നത് ബയർ കണ്ടു. അപ്പൊ ഈ ബയർ സെല്ലറിനോട് ചോദിക്കുകയാണ്, ഇത് ഓർഗാനിക് വെജിറ്റബിൾ ആണോ? അപ്പൊ ഉടനെ ഈ സെല്ലർ എന്തായിരിക്കും മറുപടി പറയുന്നത്? സെല്ലറിന് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മനസ്സിലാകും ബയറിന് വേണ്ടത് എന്താണ്, ഓർഗാനിക് വെജിറ്റബിൾ ആണ്. അപ്പൊ സെല്ലർ ഉടനെ പറയും യെസ്, ഇത് ഓർഗാനിക് വെജിറ്റബിൾ ആണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ഓർഗാനിക് വെജിറ്റബിൾ ആയിരിക്കത്തില്ല. യഥാർത്ഥത്തിൽ ഇത് ഫെർട്ടിലൈസർ ഒക്കെ ഉപയോഗിച്ച്, കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ച്, പെസ്റ്റിസൈഡ് ഒക്കെ ഉപയോഗിച്ച് കൾട്ടിവേറ്റ് ചെയ്തെടുത്ത വെജിറ്റബിൾ ആയിരിക്കും ഇത്. പക്ഷെ സെല്ലർ ഒരു കാരണവശാലും, സെല്ലറിന് ഈ സത്യം അറിയാമെന്നാൽ പോലും സെല്ലർ ഈ കാര്യം ആരോട് പറയില്ല? ബയറിനോട് പറയില്ല. കാരണം സെല്ലറിന് അറിയാം ബയറിന് വേണ്ടത് ഓർഗാനിക് വെജിറ്റബിൾ ആണ്. അപ്പൊ ഓർഗാനിക് വെജിറ്റബിളിനാണ് ഇവിടെ ഡിമാൻഡ് ഉള്ളത്. അപ്പൊ എന്റെ വെജിറ്റബിൾ, എന്റെ കയ്യിൽ ഇരിക്കുന്ന വെജിറ്റബിൾ ഓർഗാനിക് വെജിറ്റബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയർ തീർച്ചയായിട്ടും ഇത് മേടിക്കും. അതേപോലെ തന്നെ സെല്ലറിന് ഒരു ഹൈ പ്രൈസ് ബയറിൽ നിന്നും ഈടാക്കാനും പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെല്ലറിന് നല്ല വ്യക്തതയുണ്ട്. അപ്പൊ സെല്ലർ എന്ത് പറയും? സെല്ലർ പറയും സെല്ലറിന്റെ മെയിൻ ഇന്റൻഷൻ എന്താണ്? സെല്ലറിന്റെ സ്വന്തം പ്രോഫിറ്റ് ആണ് സെല്ലറിന്റെ ഇന്റൻഷൻ. അപ്പൊ സെല്ലർ എന്ത് ചെയ്യുന്നു? സെല്ലർ ട്രൂ ഡീറ്റെയിൽ അല്ലെങ്കിൽ ട്രൂ ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ പ്രോഡക്റ്റ്, ട്രൂ ഇൻഫോർമേഷനെ ഹൈഡ് ചെയ്യുന്നു. ഹൈഡ് ചെയ്തിട്ട് സെല്ലർ പറയും ഇത് ഓർഗാനിക് വെജിറ്റബിൾ ആണ്, നിങ്ങൾക്ക് മേടിക്കാം, വിശ്വസിച്ച് വാങ്ങിക്കാം. ഈ ഒരു മാർക്കറ്റിൽ ഞാൻ മാത്രമേ ഓർഗാനിക് വെജിറ്റബിൾ വിൽക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഇത് എന്റെ കയ്യിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട്
തന്നെ ബയറും ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ബയറിന് വേറെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഒന്നും ഇല്ല ചെക്ക് ചെയ്യാനായിട്ട്. ഇത് വേറെ ഓർഗാനിക് വെജിറ്റബിൾ ആണോ, പെസ്റ്റിസൈഡ് ഉപയോഗിച്ച് വെജിറ്റബിൾ ആണോ, കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിച്ച് വെജിറ്റബിൾ ആണോ, അതൊന്നും ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് ഒന്നും ബയറിന്റെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബയർ ഈ സെല്ലർ പറയുന്ന കാര്യം അതേപടി വിശ്വസിച്ച് സാധനം മേടിക്കും അറ്റ് എ ഹൈ പ്രൈസ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ സെല്ലർ പറഞ്ഞത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. സെല്ലർ ബയറിനോട് പറഞ്ഞത് ഫോൾസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. പക്ഷേ സെല്ലറിന് അതുവഴി കിട്ടുന്ന എന്താണ്? പ്രോഫിറ്റ്. സെല്ലർ കുറച്ച് ഇൻഫോർമേഷൻ ഇയാളിൽ നിന്ന്, ബയറിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചു. സെല്ലറിന് ഇവിടെ മോർ ഇൻഫോർമേഷൻ ഉണ്ട് റിഗാർഡിംഗ് ദ ക്വാളിറ്റി ഓഫ് വെജിറ്റബിൾ. സെല്ലറിനാണ് കൂടുതൽ ഇൻഫോർമേഷൻ ഉള്ളത് വെജിറ്റബിളിന്റെ യഥാർത്ഥ ക്വാളിറ്റിയെ പറ്റിയിട്ട്. ബയറിന് ഇവിടെ ലെസ് ഇൻഫോർമേഷനേ ഉള്ളൂ റിഗാർഡിംഗ് ദ ക്വാളിറ്റി ഓഫ് വെജിറ്റബിൾ, അല്ലേ? സെല്ലറിന് മോർ ഇൻഫോർമേഷൻ ഉണ്ട്, ബയറിന് ലെസ് ഇൻഫോർമേഷനേ ഉള്ളൂ. പക്ഷെ ഈ മോർ ഇൻഫോർമേഷൻ ഉള്ള ആള് സെല്ലർ ഈ യഥാർത്ഥ ട്രൂ ഇൻഫോർമേഷൻ ബയറിൽ നിന്നും ഹൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സെല്ലറിന് എന്ത് കിട്ടുന്നു? പ്രോഫിറ്റ് കിട്ടുന്നു. ഈ ഒരു പാർട്ടിക്ക് ബയറിന് കിട്ടുന്നത് ലോസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇൻഫോർമേഷൻ അസിമെട്രി എന്ന് പറയുന്ന ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ എന്ത് മനസ്സിലാക്കാൻ പോകുന്നത്? പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ആൾക്കാരെ എടുക്കാം, രണ്ട് പാർട്ടീസിനെ നമ്മൾ എടുക്കുകയാണ്. ഒന്ന് പേഴ്സൺ എയും രണ്ടാമത്തേത് പേഴ്സൺ ബിയും. അങ്ങനെ രണ്ട് പാർട്ടീസിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ പേഴ്സൺ എയുടേതായിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവും, അയാളുടേതായിട്ടുള്ള മോട്ടീവ്സ് ഉണ്ടാവും, സ്വാഭാവികം അല്ലെ? പേഴ്സൺ ബിക്കും സ്വന്തമായിട്ട് കുറച്ച് മോട്ടീവ്സ് ഉണ്ടാവും. പേഴ്സൺ എക്കും പേഴ്സൺ ബിക്കും കുറച്ച് മോട്ടീവ്സ് ഉണ്ടാവും. അപ്പൊ ഈ പേഴ്സൺ എ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേഴ്സൺ എ വിചാരിക്കുന്നു ഞാൻ പേഴ്സൺ ബിയെ ഉപയോഗിച്ച് എന്റെ മോട്ടീവ്സ് നേടിയെടുക്കാം. പേഴ്സൺ എ വിചാരിക്കും ഞാൻ പേഴ്സൺ ബിയെ ഉപയോഗിച്ചിട്ട് എന്റെ മോട്ടീവ്സ് നേടിയെടുക്കാം. പക്ഷെ ഈ രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള മോട്ടീവ്സ് ആണെന്ന് പേഴ്സൺ എ ഒരു പരിധിയിൽ കൂടുതൽ മനസ്സിലാക്കുന്നില്ല. അപ്പൊ പേഴ്സൺ എ എന്താണ് ചെയ്യുന്നത്? പേഴ്സൺ എയോട് പറയുകയാണ് നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി ചെയ്യണം, അപ്പൊ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം കോമ്പൻസേഷൻ തരാം, അല്ലെങ്കിൽ ഇത്ര പൈസ തരാം എന്നൊക്കെ പേഴ്സൺ എ പേഴ്സൺ ബിയോട് പറയാം. അപ്പൊ പേഴ്സൺ ബിക്ക് അറിയാം ഇത് പേഴ്സൺ എയുടെ ആവശ്യമാണ്, പേഴ്സൺ ബിയുടെ ആവശ്യമല്ല. അപ്പൊ അത്രയ്ക്കും ജെന്യൂൻ ആയിട്ട് പേഴ്സൺ ബി അവിടെ കാര്യങ്ങൾ ചെയ്യുമോ? ചെയ്യണം എന്നില്ല. കാരണം പേഴ്സൺ ബിക്ക് പേഴ്സൺ ബിയുടേതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞോട്ടെ. ഇവിടെ പേഴ്സൺ എ എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? ഗീവ് സം റെസ്പോൺസിബിലിറ്റി ടു പേഴ്സൺ ബി. ഗീവ്സ് സം റെസ്പോൺസിബിലിറ്റി ടു ആർക്കാണ്? പേഴ്സൺ ബി. എന്തിനാണ് പേഴ്സൺ എ പേഴ്സൺ ബിക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്? ബിക്കോസ് പേഴ്സൺ എ വിചാരിക്കുകയാണ് പേഴ്സൺ ബി പേഴ്സൺ എക്ക് വേണ്ടി വർക്ക് ചെയ്യും. അപ്പൊ ഇവിടെ പേഴ്സൺ എനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് പ്രിൻസിപ്പൽ. ഇവിടെ പേഴ്സൺ ബിനെ നമുക്ക് വിളിക്കാൻ പറ്റിയ പേരാണ് ഏജന്റ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം. അപ്പൊ എന്തുകൊണ്ടാണ് മെയിൻ പ്രശ്നം വരുന്നത്? പേഴ്സൺ എക്ക് എയുടേതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്, പേഴ്സൺ ബിക്ക് ബിയുടേതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഒരുമിച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആൾക്കാരെല്ലാം തന്നെ അവരുടെ സെൽഫിഷ് മോട്ടീവ്സിന്റെ പിറകെയാണ് പോകുന്നത്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, വിഷസ് ഉണ്ട്, ലൈക്സ് ഉണ്ട്, ഡിസ്ലൈക്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ ഒരുപക്ഷെ പേഴ്സൺ എ പറയുന്നത് പേഴ്സൺ ബിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പേഴ്സൺ ബി അത് ചിലപ്പോൾ ചെയ്യണം എന്നില്ല, അല്ലെ? അപ്പൊ പേഴ്സൺ എനെയാണ് അത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിനു മുന്നേ ഒരു കാര്യം മനസ്സിലാക്കാം. ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം വേഴ്സൺ ആവാനുള്ള മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇംപെർഫെക്ഷൻസ് കൊണ്ട് നിറഞ്ഞതാണ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നമ്മുടെ റിയാലിറ്റിയിൽ ഇല്ല.
അതൊരു ഐഡിയൽ മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഒരു ഡ്രീമി സ്റ്റേറ്റ് ആണ്. ഡ്രീമി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് റിയാലിറ്റിയിൽ ഇല്ല. നമ്മുടെ റിയാലിറ്റിയിലുള്ളത് പല ടൈപ്പ് ഓഫ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അൺസർട്ടനിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ അസിമെട്രിക് ഇൻഫോർമേഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. അസിമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇംബാലൻസ് ഓഫ് ഇൻഫോർമേഷൻ അതാണ് അസിമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ബയറിന്റെയും സെല്ലറിന്റെയും കേസ് പറഞ്ഞു. ബയറിന് കുറച്ച് ഇൻഫോർമേഷനെ ആ ഒരു വെജിറ്റബിളിനെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ സെല്ലറിന് കൂടുതൽ ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സിമെട്രിസിറ്റി ഇല്ല, ഇവിടെ ഒരു അസിമെട്രിക് സെനാറിയോ ആണ് വരുന്നത്, ഇംബാലൻസ് ആണ് വരുന്നത്. അപ്പോ ബയറിന്റെ ഇൻഫോർമേഷനും സെല്ലറിന്റെ ഇൻഫോർമേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അത് ഈക്വൽ ആവുന്നില്ല. ഒരാളുടെ ഇൻഫോർമേഷൻ മറ്റേ ആളുടെ ഇൻഫോർമേഷനേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഒരാളുടെ ഇൻഫോർമേഷൻ മറ്റാളുടെ ഇൻഫോർമേഷനേക്കാളും കുറവായിരിക്കും. ഈ ഒരു കോണ്ടെക്സ്റ്റ് ആണ് എന്തുണ്ടാക്കുന്നത്? അസിമെട്രിക് ഇൻഫോർമേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അസിമെട്രിക് ഇൻഫോർമേഷൻ മെയിൻ ആയിട്ട് വരുന്നത് ഇംപെർഫെക്ഷൻ സെനാറിയോയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇംപെർഫെക്ഷൻ സെനാറിയോ അല്ലെങ്കിൽ അസിമെട്രിക് ഇൻഫോർമേഷൻ സെനാറിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിന്റെ ഒരു എക്സ്റ്റെന്റ് വലുതാക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്പൻസി ഓഫ് ഇൻട്രസ്റ്റ്. എന്താണ്? ഇപ്പൊ നമ്മൾ പേഴ്സൺ എനെ പറ്റിയിട്ടും പേഴ്സൺ ബിനെ പറ്റിയിട്ടും പറഞ്ഞു അല്ലെ? പേഴ്സൺ എ പറ്റിയിട്ടും പറഞ്ഞു, പേഴ്സൺ ബിയെ പറ്റിയിട്ടും പറഞ്ഞു. പേഴ്സൺ എക്ക് എയുടേതായിട്ടുള്ള ഓൺ ഇൻട്രസ്റ്റ് ഉണ്ട്, സ്വന്തം ആവശ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പേഴ്സൺ ബിക്ക് പേഴ്സൺ ബിയുടേതായിട്ടുള്ള ഓൺ താല്പര്യങ്ങളുണ്ട്, ഓൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ചില സമയത്ത് ഇവരുടെ രണ്ടുപേരുടെ ഇൻട്രസ്റ്റുകൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുണ്ടെങ്കിലും ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം ഉണ്ടാകാം. ഇനി ഒരു കാരണവശാലും നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല ഒരാൾക്ക് മറ്റേ ആളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കാമെന്ന്. ഫോർ എക്സാമ്പിൾ, പേഴ്സൺ എ ആണ് പേഴ്സൺ ബിയോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. പേഴ്സൺ എ എന്ത് ചെയ്യുന്നു? കുറച്ച് റെസ്പോൺസിബിലിറ്റി ബിക്ക് കൊടുക്കുകയാണ്. പേഴ്സൺ ബിക്ക് കൊടുക്കുകയാണ് അല്ലെ? പേഴ്സൺ എ ഇവിടെ ആരാണ്? പ്രിൻസിപ്പൽ. ആൻഡ് പേഴ്സൺ ബി ഇവിടെ ആരാണ്? ഏജന്റ് അല്ലെ? അപ്പോ ഈ പേഴ്സൺ എ പേഴ്സൺ ബിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും പേഴ്സൺ എക്ക് പേഴ്സൺ ബിയെ പണിഷ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കത്തില്ല. ഒരുപക്ഷെ പിന്നീട് പതുക്കെ കുറച്ച് കാലതാമസം എടുത്തിട്ട് പണിഷ്മെന്റ് കൊടുക്കാൻ സാധിക്കും, പക്ഷെ പെട്ടെന്ന് ഒരു കാരണവശാലും പണിഷ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വേറൊരു പ്രശ്നം ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിന്റെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്താന്ന് പറഞ്ഞു തന്നു, വേഴ്സണിങ് കണ്ടീഷൻസും കുറെ പറഞ്ഞു തന്നു. അപ്പൊ ഈ പ്രിൻസിപ്പൽ ഉദ്ദേശിക്കുന്ന ആഗ്രഹം ഏജന്റിനെ കൊണ്ട് നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ, ഇവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് സെനാറിയോ വരുന്നത് കൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പലിന് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിനെയാണ് നമുക്ക് ഏജൻസി കോസ്റ്റ് അല്ലെങ്കിൽ ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത്. അതെന്താണ്? ഈ പ്രിൻസിപ്പലിന് സ്വന്തമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. പ്രിൻസിപ്പൽ വിചാരിക്കുകയാണ് ഏജന്റിനെ കൊണ്ട് എനിക്ക് ഈ ഇൻട്രസ്റ്റ് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ഏജന്റിലോട്ട് പോകുമ്പോൾ എന്താണ്? ഏജന്റ് ഒരു കാരണവശാലും പ്രിൻസിപ്പലിന്റെ ഇൻട്രസ്റ്റ് അതേപടി നേടിയെടുത്ത് കൊടുക്കാനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കണം എന്നില്ല. ഏജന്റിന് എന്താണ്? ഏജന്റിന്റെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏജന്റിന്റെ താല്പര്യത്തിന്റെ പുറകെ പോകാനായിരിക്കും കൂടുതൽ ഇഷ്ടം. സോ ഇവിടെ പ്രശ്നം അനുഭവിക്കുന്നത് പ്രിൻസിപ്പൽ ആയിരിക്കും. പ്രിൻസിപ്പളിന് ഒരു എക്സ്ട്രാ ബേർഡൻ ഇവിടെ വരും, എക്സ്ട്രാ കോസ്റ്റ് വരും. അതിനെ നമുക്ക് ഏജൻസി കോസ്റ്റ് എന്ന് വിളിക്കാം. ഈ ഒരു ഇഷ്യൂവിനെ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിനെ തന്നെ നമുക്ക് ഏജൻസി പ്രോബ്ലം എന്നും വിളിക്കാം. ഇനി ഈ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇയാൾക്ക് ലെസ് ഇൻഫോർമേഷൻ ആയിരിക്കും കമ്പയർഡ് ടു ഏജന്റ്. പ്രിൻസിപ്പൽ ഒരു കാരണവശാലും ഏജന്റിന്റെ കംപ്ലീറ്റ് ഇന്റൻഷൻസ് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഏജന്റിന്റെ സ്വാർത്ഥ താല്പര്യം എന്താണെന്നും എങ്ങനെയൊക്കെയാണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് പ്രിൻസിപ്പലിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഏജന്റ് അവനവന്റെ സ്വന്തം താല്പര്യത്തിന് അങ്ങ് പോകും. അപ്പൊ ഇത് കാരണമാണ് ഈ പ്രിൻസിപ്പലിന് എന്തുണ്ടാകുന്നത്? ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്ന ഇഷ്യൂ വന്നിട്ട് നമുക്ക് ഏജൻസി പ്രോബ്ലം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ ഇക്കോണമിയിൽ പല അവസരങ്ങളിലും വരുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കുറച്ച് എക്സാമ്പിൾസും കൂടെ പറയുമ്പോഴേക്കും പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പക്ക ആവും. അതിനാണ് നമ്മൾ കുറച്ച് എക്സാമ്പിൾ എടുക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ലേബർ മാർക്കറ്റിലെ
ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കുന്നത് ലേബർ മാർക്കറ്റിൽ. അപ്പൊ ലേബർ മാർക്കറ്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ലേബർ മാർക്കറ്റിൽ ഒരു ഇന്റർവ്യൂ സെഷൻ നിങ്ങൾക്ക് എടുക്കാം. ഒരു ഇന്റർവ്യൂ സെഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ വിചാരിക്കുക, ഒരാള് ഇന്റർവ്യൂന്ന് പോകുന്നു, നിങ്ങൾ തന്നെ ഇന്റർവ്യൂന്ന് പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഒരു കമ്പനിയുടെ ആരെങ്കിലും, കമ്പനി ഓണറോ ആരെങ്കിലും നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാണ്. അപ്പോ ഈ കമ്പനി ഓണറിന് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളെയാണ് ജോലിക്ക് വേണ്ടത്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണോ? യഥാർത്ഥത്തിൽ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ഒന്നും അല്ല, പക്ഷെ നിങ്ങൾ പറയാണ് ഞാൻ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. സോ നിങ്ങൾ പറയാണ് ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ റെസ്യൂമേ ഒക്കെ നോക്കുമ്പോൾ കമ്പനി ഓണറിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് അല്ലെന്നോ ആണെന്നോ എന്നും വ്യക്തമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു ഡിസിഷൻ അവിടെ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഇന്റർവ്യൂവിലെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് കമ്പനി ഓണർ സാറ്റിസ്ഫൈഡ് ആയി. ഒള്ളി നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിന് മാത്രമേ കമ്പനി ഓണറിന് ഒരു ക്ലാരിറ്റി ഇല്ലായ്മേ ഉള്ളൂ. ബട്ട് നിങ്ങൾ പറയാണ് നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പൊ കമ്പനി ഓണർ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ജോലി തരുന്നു. ജോബ് ഈസ് ഓഫേർഡ്. ഇനിയാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ ഈ ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞത് ആക്ച്വലി ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ കള്ളമാണ് ആ കമ്പനി ഓണറിന്റെ അടുത്ത് പറഞ്ഞത്. എന്തിനാണ് നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട്? അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ആഫ്റ്റർ ഗെറ്റിംഗ് ജോബ് ആണ്. നിങ്ങളുടെ കയ്യിൽ ജോലി കിട്ടി. അപ്പൊ കമ്പനി ഓണർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ആണ്. കമ്പനി ഓണർ ഇവിടെ ആരാണ്? പ്രിൻസിപ്പൽ. അയാൾക്ക് അറിയത്തില്ല നിങ്ങളുടെ യഥാർത്ഥ ഇന്റൻഷൻ എന്താണ്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടോ എന്നൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. അങ്ങനെയാണ് അദ്ദേഹം നിങ്ങൾക്ക് ജോലി തന്നത്. അപ്പൊ ഇയാൾക്ക് ലെസ് ഇൻഫോർമേഷനെ നിങ്ങളെ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, ലെസ് ഇൻഫോർമേഷനെ നിങ്ങളെ പറ്റിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏജന്റ് ആണ് ഇവിടെ. നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് മോർ ഇൻഫോർമേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കും. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്? ഹാർഡ് വർക്കിംഗ് അല്ല, നിങ്ങൾ ലേസിയാണ്. അപ്പൊ ആഫ്റ്റർ ഗെറ്റിംഗ് ജോബ് നിങ്ങൾ ആരായി മാറും? നിങ്ങൾ ലേസി ആയിട്ട് മാറും. അപ്പോ പ്രിൻസിപ്പൽ ആയിട്ടുള്ള കമ്പനി ഓണർ ഇവിടെ ആരായി? അദ്ദേഹത്തിന് ഒരു ലോസ് ഉണ്ടാവും, അദ്ദേഹത്തിന് ഏജൻസി പ്രോബ്ലം വരും, അദ്ദേഹത്തിന് ഏജൻസി കോസ്റ്റ് വരും, അദ്ദേഹത്തിനാണ് ഇവിടെ ലോസ് വരുന്നത്. ആസ് ഫാർ as യു ആർ കൺസേൺ നിങ്ങൾക്ക് ഇവിടെ ഗെയിൻ ആണ്, നിങ്ങൾക്ക് ജോലി കിട്ടും. സോ പെട്ടെന്ന് ഒരു കാരണവശാലും കമ്പനി ഓണറിന് ഒന്നും ചെയ്യാൻ പറ്റൂല, വളരെ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പതുക്കെ സാവധാനം കുറച്ച് മാറ്റങ്ങൾ ഇവിടെ വരുത്താൻ പറ്റും. അതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. രണ്ടാമത്തെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് എലക്ഷന്റെ സെനാറിയോ എടുക്കാം. എലക്ഷന്റെ സമയം. എലക്ഷന്റെ സമയം, എലക്ഷന് തൊട്ട് മുന്നേക്ക് എന്താണ് സംഭവിക്കുന്നത്? പല പാർട്ടി കാൻഡിഡേറ്റ്സും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു, നിങ്ങളോട് വോട്ട് ചോദിക്കുന്നു, അല്ലെ? അപ്പോ ഇവിടെ ജസ്റ്റ് വിചാരിക്കുക, നമുക്കൊരു കാൻഡിഡേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കാൻഡിഡേറ്റ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറയാണ്, നിങ്ങൾ എനിക്ക് വോട്ട് തരികയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാൾക്ക് ജോലി മേടിച്ച് തരാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വ്യക്തമായിട്ട് തന്നെ നിൽക്കാം. സോ ഈ കാൻഡിഡേറ്റ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ കാൻഡിഡേറ്റ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു, ഓക്കെ ഇയാൾ പറയാണല്ലോ ജോലി മേടിച്ച് തരാമെന്ന്, അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് വോട്ട് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എൻ്റെ വീട്ടിലുള്ള ആർക്കെങ്കിലും ജോലി കിട്ടും, എൻ്റെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടും. സോ അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾ ഈ കാൻഡിഡേറ്റ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കും. ഈ കാൻഡിഡേറ്റ് നിങ്ങൾക്ക് ഒരു പ്രോമിസ് ആണ് ഇവിടെ തരുന്നത്. പ്രോമിസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ട്രസ്റ്റ് ചെയ്യും. കാൻഡിഡേറ്റിനെ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കാൻഡിഡേറ്റിന് വോട്ട് കൊടുക്കും, അല്ലെ? ഇപ്പൊ ഇലക്ഷന് മുന്നേ സംഭവിക്കുന്ന കാര്യമാണ്, കാൻഡിഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് പ്രോമിസ് തന്നു, നിങ്ങൾ ആ വാക്കുകൾ വിശ്വസിച്ചു, നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് കൊടുത്തു. ഇനി ആഫ്റ്റർ എലക്ഷൻ നമ്മൾ എടുക്കുകയാണ്. ആഫ്റ്റർ എലക്ഷൻ സപ്പോസ് ഇദ്ദേഹം തന്നെയാണ് എലക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്, ഇദ്ദേഹം തന്നെയാണ് വിന്നർ ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇദ്ദേഹം പറഞ്ഞ അതേ കാര്യം അതേപടി ചെയ്യുന്നു? ഇല്ല. സോ ഇവിടെ നിങ്ങളാണ് പ്രിൻസിപ്പൽ. കാരണം നിങ്ങൾക്ക് ഈ കാൻഡിഡേറ്റിന്റെ യഥാർത്ഥ സ്വഭാവവും യഥാർത്ഥ ഇന്റൻഷൻസും നിങ്ങൾക്ക് അറിയില്ല, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് സംഭവിക്കുന്നത്? കാൻഡിഡേറ്റ് ഇവിടെ ഏജന്റ് ആണ്. നിങ്ങൾ കാൻഡിഡേറ്റിനെ ഒരു
ഏജന്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട ആഗ്രഹം സാധിച്ചെടുക്കുകയായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം, അല്ലെ? അതായത് കാൻഡിഡേറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം നേടിയെടുക്കാം, ഇതായിരുന്നു നിങ്ങളുടെ ആഗ്രഹം, വിശ്വാസം. പക്ഷേ എലക്ഷൻ കഴിയുമ്പോഴേക്കും കാൻഡിഡേറ്റ് എന്ത് ചെയ്യുന്നു? ആഫ്റ്റർ എലക്ഷൻ കാൻഡിഡേറ്റ് അദ്ദേഹത്തിന്റെ സ്വന്തം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മോട്ടീവ്സിലേക്ക് പോകുന്നു, അദ്ദേഹത്തിന്റെ ഓൺ മോട്ടീവ്സിലേക്ക് പോകുന്നു. അപ്പൊ ഇതും പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ഇനി അടുത്ത ഇലക്ഷൻ വരെ വെയിറ്റ് ചെയ്യണം ഈ കാൻഡിഡേറ്റിന് വോട്ട് കൊടുക്കാതിരിക്കണമെങ്കിൽ, അല്ലെ? അപ്പൊ അതും ഒരു പ്രശ്നമാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് നമുക്ക് നോക്കാം. ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിന്റെ നേച്ചർ എന്താണ്? ഇതിന്റെ നേച്ചർ മെയിൻ ആയിട്ട് വരുന്നത് അസിമെട്രിക് ഇൻഫോർമേഷൻ. അപ്പോ രണ്ടു പേർക്കും, പ്രിൻസിപ്പളിനും ഏജന്റിനും കുറച്ച് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും കൺസേൺഡ് കോണ്ടെക്സ്റ്റിനെ പറ്റിയിട്ട്. പക്ഷേ രണ്ടുപേരുടെയും ഇൻഫോർമേഷൻ ഡിഫറെന്റ് ആയിരിക്കും. എല്ലായ്പ്പോഴും പ്രിൻസിപ്പളിന് കുറച്ച് ഇൻഫോർമേഷനും ഏജന്റിന് കൂടുതൽ ഇൻഫോർമേഷനും ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഏജന്റിന് എപ്പോഴും ഗെയിനും പ്രിൻസിപ്പളിന് ഇവിടെ ലോസും വരുന്നത്. അപ്പൊ ഏജന്റ് എന്ത് ചെയ്യുന്നു? ഏജന്റ് അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യത്തിന് പുറകെ പോകുന്നു. ഇപ്പൊ ഇവിടുത്തെ ഇലക്ഷന്റെ കേസ് ആണെങ്കിൽ കാൻഡിഡേറ്റ് അദ്ദേഹത്തിന്റെ സ്വന്തം ആഗ്രഹത്തിന് പിറകെ പോകുന്നു. നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ നിങ്ങൾ കമ്പനി ഓണറിന്റെ അടുത്ത് നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണെന്നൊക്കെ പറയും. പക്ഷെ ജോലി കിട്ടിയതിനു ശേഷം നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ പുറത്തെടുക്കും, നിങ്ങൾ ലേസി ആയിരിക്കും. സോ ഇത് തമ്മിലുള്ള ഒരു ക്ലാഷ്, ഒരു ഡയലമ, ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിൽ പറയുന്നത്. ഒരു കാരണവശാലും ഈ പ്രിൻസിപ്പൽ കുറച്ചു മാത്രം ഇൻഫോർമേഷൻ ഉള്ള ഇദ്ദേഹത്തിന് ഏജന്റിന്റെ യഥാർത്ഥ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടി ആവും മിക്ക സമയങ്ങളിൽ. സോ ഇത് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിന്റെ ഇന്റൻസിറ്റി കൂട്ടുകയും പ്രിൻസിപ്പലിന്റെ ലോസ് കൂട്ടുകയും ചെയ്യുന്നു. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിന്റെ മെയിൻ ആയിട്ടുള്ള കോസ് എന്ന് പറഞ്ഞാൽ അസിമെട്രിക് ഇൻഫോർമേഷൻ ആണ്, കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ആണ്. സോ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പലിന് സ്വന്തമായിട്ട് അദ്ദേഹത്തിന് മോട്ടീവ് ഉണ്ടായിരിക്കും, ഇദ്ദേഹത്തിന് സ്വന്തം മോട്ടീവ് ഉണ്ടായിരിക്കും, ഓൺ മോട്ടീവ്. ആൻഡ് ഏജന്റ് എന്താണ്? ഏജന്റിന് അദ്ദേഹത്തിന്റെ ഓൺ മോട്ടീവ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് തമ്മിൽ ചിലപ്പോൾ ക്ലാഷ് വന്നേക്കാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ കണ്ടതോടെ നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അപ്പോ അൺഫോർച്ചുനേറ്റ്ലി ഈ പ്രിൻസിപ്പൽ എന്താണ്? പ്രിൻസിപ്പൽ ഡസന്റ് നോ ദ ഇന്റൻഷൻസ് ഓഫ് ഏജന്റ്. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഈസ് unaware of agents motives. ഏജൻസിന്റെ മോട്ടീവ്സിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നും ഈ പ്രിൻസിപ്പലിനില്ല. അപ്പൊ അത് കാരണമാണ് ഇദ്ദേഹത്തിന് ലോസ് വരുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു അസിമെട്രിക് ഇൻഫോർമേഷൻ കോണ്ടെക്സ്റ്റ് ആണ് നമ്മുടെ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിലേക്ക് നയിക്കുന്നത്. അഗൈൻ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് സൊല്യൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ നമുക്ക് ലേബർ മാർക്കറ്റിന്റെ കേസ് എടുത്തിട്ട് തന്നെ, നമ്മുടെ ജോബ് ഇന്റർവ്യൂവിന്റെ കേസ് എടുത്തിട്ട് തന്നെ നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് ഓഫർ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം, എന്തൊക്കെ മെഷേഴ്സ് എടുത്തിട്ടാണ് നമുക്ക് ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിന്റെ ഇന്റൻസിറ്റി ഒന്ന് കുറയ്ക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യമേ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് എന്നുള്ളൊരു കേസ് എടുക്കാം. അതായത് നിങ്ങളും കമ്പനിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണിത്. ഇപ്പൊ കമ്പനി നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇവിടെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് തീർച്ചയായിട്ടും പ്രോഫിറ്റ് ഉണ്ടാവും. അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു വിഹിതം നിങ്ങൾക്കും തരും. a part of profit. അത് എങ്ങോട്ട് വരും? a part of profit കമ്പനി പറയാണ് അത് നിങ്ങൾക്കും തരും. അപ്പൊ അങ്ങനെയാകുമ്പോ നിങ്ങൾ കുറച്ചുകൂടി എൻകറേജ്ഡ് ആവും. ഞാൻ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ഫീല് നിങ്ങൾക്ക് വരും. അപ്പൊ അത് കാരണം നിങ്ങൾ ലേസി ആവില്ല, നിങ്ങൾ കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. അത് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ടെർമിനേഷൻ ത്രെറ്റ് ആണ്. അതായത് കമ്പനി പറയാണ്, നിങ്ങൾ ഹാർഡ് വർക്കിംഗ് അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യു വിൽ ബി ഫയർഡ്. നിങ്ങളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടും. നിങ്ങൾ ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും ജോലിയിൽ നിന്നും പിരിച്ചുവിടും. നമ്മളൊരു 2 മാസം നോക്കും, അല്ലെങ്കിൽ ഒരു 6 മാസം നോക്കും. എന്നിട്ട് നിങ്ങളുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തും. അത് വിലയിരുത്തുമ്പോൾ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് അല്ല അല്ലെങ്കിൽ ലേസി ആണെന്ന് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിന്നും പിരിച്ചുവിടും. ഇതാണ് സെക്കൻഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു മെഷർ നമുക്ക് എടുക്കാൻ പറ്റുന്ന, പ്രിൻസിപ്പൽ ഏജന്റിന്റെ ആ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു മെഷർ. അടുത്തത് ഒരു കോൺട്രാക്ട് ഡിസൈൻ ആണ് നമ്മൾ നോക്കേണ്ടത്.
ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജോലി പ്രവേശിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ കമ്പനിയും നിങ്ങളും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. കമ്പനിയും നിങ്ങളും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. സോ ആസ് പെർ ദിസ് കോൺട്രാക്ട്, എപ്പോഴാണോ നിങ്ങൾ കമ്പനിക്ക് ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്ത്, അപ്പോൾ തന്നെ നിങ്ങൾ കമ്പനിയിൽ നിന്നും പിരിച്ചുവിടാം. സോ കമ്പനിയും നിങ്ങളും തമ്മിൽ ഉള്ളൊരു എഗ്രിമെന്റ് ആണ്. സോ ആസ് പെർ ദിസ് എഗ്രിമെന്റ്, എപ്പോഴാണോ നിങ്ങൾ ഈ കമ്പനിക്ക് ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അപ്പോൾ തന്നെ കമ്പനിക്ക് നിങ്ങളെ പിരിച്ചുവിടും. ഇതാണ് അടുത്തത്. വേറൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷനെയും പെർഫോമൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണെന്ന് കമ്പനിക്ക് തോന്നുകയാണ്, നിങ്ങളുടെ വർക്കൊക്കെ മോണിറ്റർ ചെയ്തപ്പോൾ കമ്പനിക്ക് തോന്നുകയാണ് നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് കമ്പനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ദർ ഈസ് എ സാലറി ഹൈക്ക്. സാലറി അവിടെ കൂട്ടി നിങ്ങൾക്ക് തരികയാണ്. സാലറി നിങ്ങൾക്ക് കുറച്ച് കൂട്ടി നിങ്ങൾക്ക് അവിടെ തരികയാണ് കമ്പനി. അതർവൈസ് നിങ്ങൾ ലേസി ആണ് എന്നാണ് കമ്പനിക്ക് മനസ്സിലാകുന്നതെങ്കിൽ കമ്പനി എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ സാലറി അവിടെ കുറയ്ക്കുകയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ കമ്പനിയുടെ എഗ്രിമെന്റില്, തുടക്കത്തിൽ നിങ്ങൾ ജോലിയിൽ കയറുമ്പോൾ തന്നെ സൈൻ ചെയ്യുന്ന എഗ്രിമെന്റില് ഇതൊക്കെ മെൻഷൻ ചെയ്യാം. ഇതൊക്കെ ആ എഗ്രിമെന്റിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ജോലി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും, നിങ്ങൾക്കും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും, ലേസി ആയിട്ട് ഇരിക്കാനുള്ള ടെൻഡൻസി കുറയും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിനെ അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് നമുക്ക് റിയാലിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇലക്ഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ 5 വർഷത്തേക്ക് ഒരാളെ എലക്ട് ചെയ്ത് വിട്ടു, അയാൾ നമുക്ക് തന്ന പ്രോമിസ് പാലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത ഇലക്ഷനിൽ അയാൾ നിങ്ങളെ കാണാൻ വരുമ്പോഴേക്കും തുറന്നു പറയണം, നിങ്ങൾ നമ്മളോട് പ്രോമിസ് ചെയ്ത കാര്യമായിരുന്നു ജോലി തരാമെന്ന്, പക്ഷെ നിങ്ങൾ ജോലി തന്നില്ല. അഗൈൻ റിമെമ്പർ, ഒരു കാരണവശാലും ഇലീഗൽ വേയിൽ കൂടെ ആവരുത് ജോലി മേടിക്കുന്നത്. അതും വേറൊരു കാര്യമാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നോർമൽ ആയിട്ടുള്ള, ഡെഫിനറ്റ് ആയിട്ടും ശരിയായ പാതയിൽ കൂടി വേണം ജോലി മേടിക്കാൻ. ഒരിക്കലും ഇലീഗൽ ആയിട്ടുള്ള വേയിൽ കൂടെ ആവരുത് ജോലി മേടിച്ചെടുക്കേണ്ടത്. അതും ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫാമിലിയുടെ ഏതെങ്കിലും ഒരു ഇൻകം ഏണർ അതായിരിക്കണം നിങ്ങളുടെ ഫാമിലിയുടെ ഒരേ ഒരു ഇൻകം ഏണർ, അദ്ദേഹം മരണപ്പെടുകയോ അദ്ദേഹത്തിന് ഡിസബിലിറ്റി സംഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമാണ്, ഫാമിലി വളരെയധികം ബുദ്ധിമുട്ടിലാണ്, ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെയുള്ള അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ആ ഒരു കൺസേൺ പേഴ്സൺ, ആ ഒരു കൺസേൺ കാൻഡിഡേറ്റ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, സോ നിങ്ങളുടെ അവസ്ഥ ഇതൊക്കെ ആയതുകൊണ്ട് ജോലി മേടിച്ച് തരാനായിട്ട്, നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഉള്ള ആർക്കെങ്കിലും ജോലി മേടിച്ച് തരാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് വിശ്വസിച്ചായിരിക്കും വോട്ട് കൊടുക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ജോലി തന്നിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് അർഹത ഉണ്ടായിട്ടും കിട്ടിയിട്ടില്ല എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ തുറന്നു പറയാം, നിങ്ങൾ തന്ന പ്രോമിസ് പാലിക്കാത്തതുകൊണ്ട് തന്നെ ഇത്തവണ നിങ്ങൾക്ക് വോട്ട് തരില്ല എന്ന് തുറന്നു പറയാനായിട്ട് പറ്റും. കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് ഡെമോക്രസി. പക്ഷെ ഇതിനൊക്കെ എന്താണ്? കുറച്ച് സമയമെടുക്കും അല്ലെ? സോ ഓൾ ടുഗെദർ നമ്മുടെ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ ഒരു ട്രസ്റ്റ് എലമെന്റിനെ പറ്റിയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. കാരണം ഒരാൾ പറയുന്നത് മറ്റൊരാൾ വിശ്വസിക്കുന്നത് കൊണ്ട് ഈ വിശ്വസിക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിൽ മെയിൻ ആയിട്ടും വരുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിന്റെ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റും. പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം ഉള്ളിടത്തോളം കാലം മാർക്കറ്റും എഫിഷ്യന്റ് അല്ലായിരിക്കും, നമ്മുടെ ലൈഫിലെ ഡിസിഷൻസും എഫിഷ്യന്റ് അല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ചൊക്കെ നമ്മൾ റെമഡി എടുക്കുകയാണെങ്കിൽ, കുറച്ചൊക്കെ നമ്മൾ സ്റ്റെപ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എഫിഷ്യന്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അതിന് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം മാക്സിമം ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ അസിമെട്രിക് ഇൻഫോർമേഷന്റെ ഇന്റൻസിറ്റി ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഇഫക്ട്സ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇഫക്ട്സ് കുറച്ചുകൊണ്ട് വരാം. അപ്പൊ അതുവഴി നമുക്ക് ഏജൻസി കുറയ്ക്കാം, അതേപോലെ തന്നെ നമുക്ക് ബെറ്റർ ഔട്ട്കംസും ഉണ്ടാകും. അപ്പൊ അതായിരുന്നു ഇന്നത്തെ സെഷൻ. ഇനി അടുത്തത് നിങ്ങൾക്ക് നമ്മുടെ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ്, ലിങ്ക് ലൈവ് as well as recorded classes ആൻഡ് ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റ്. പിന്നെ നമുക്ക് ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. That's all for today.
You can like, share and subscribe to our channel for more knowledge. Thank you.